നിങ്ങൾ ഈ ഒരു ആഡ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിത്യ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടീനെ അറിയോ? അല്ലെങ്കിൽ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഓർക്കും നിത്യനെയാണല്ലേ. നിത്യനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നിത്യ വഴി മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസ് അറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നും ആലോചിക്കട്ടെ, ചിലപ്പോൾ ഒരു സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് ഒരു ആഡ് ചെയ്യിപ്പിച്ചാൽ പോലും ആൾക്കാരുടെ ഇടയിൽ ഇത്രക്കാരം പോപ്പുലർ ആവാൻ ചാൻസ് ഇല്ലാത്തൊരു ഇതായിരുന്നു മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസ് അല്ലേ. മഹാറാണി എന്നല്ല, അത് ഏതൊരു ആക്ടറെ കൊണ്ടുവന്നിട്ട് ഒരു ആഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പോലും അതൊരു ഫുള്ളായിട്ട് അവരെന്താണ് പറയുന്നത് കേൾക്കണം എന്നില്ല. പക്ഷേങ്കിൽ ഈ നിത്യ എന്ന് പറയുന്നൊരു പെൺകുട്ടീൻ്റെ ഇപ്പോൾ അവരെന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അതിൽ 90% ആൾക്കാർ ഇരുന്ന് കാണുന്നതായിരിക്കും അല്ലേ. ഇമോഷൻസ്, അതാണ് അവിടെ മാർക്കറ്റിംഗ് ആയത്. എന്തുകൊണ്ട് നന്നായി? അതേപോലെയുള്ള ഒരു കുട്ടി ഇപ്പോൾ ആൾക്കാരൊക്കെ അംഗീകരിച്ച് അത്രയും മുന്നിലേക്ക് വന്നു. എന്തുകൊണ്ട് ആ കുട്ടിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടാവും ലൈഫിൽ. പലയടിക്കും പല സമയത്തും ചിലപ്പോൾ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഊഹിക്കുന്നതാണ് കേട്ടോ, അത് ഞാൻ പറയാമല്ലോ. അതായത് ലൈഫിൽ ചിലപ്പോൾ പല സമയത്തും തളർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന പല ആൾക്കാരും മനസ്സിലാവും. അതൊക്കെ അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും എനിക്ക് അറിയുന്നതാണ്. കാരണം നമുക്കെന്താ ഇങ്ങനെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ലൈഫിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്ത് ആൾക്കാരായിരിക്കും. പക്ഷേങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്നൊരു സമയത്ത് അവർ മുന്നിലേക്ക് വന്നു, അവർ ജനങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങി, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അത് മറ്റുള്ളവർക്കും അതേപോലെയുള്ള ജീവിതത്തിൽ അനുഭവിക്കുന്ന ആൾക്കാർക്കും ഭയങ്കരമായിട്ടൊരു പ്രചോദനമാകുന്നൊരു കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാറാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെയ്ഡ് ആക്ടറെ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ ഒരു വലിയൊരു സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നാലോ കിട്ടാത്ത റീച്ച് ഒറ്റൊരു രാത്രി കൊണ്ട് ആ ഒരു വീഡിയോ ക്ലിക്കായതിനു ശേഷം ഇപ്പം കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ അവരെന്താണ് ഇപ്പോൾ അവർ മാർക്കറ്റിങ്ങിൽ അവരെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ടാവും. എല്ലാം എന്താ പറയുക, അവിടെ ഇമോഷൻസ് ആണ്. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെയുള്ള നിങ്ങൾക്കുള്ള സോഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും മഹാറാണി ഇതേപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ബിസിനസ് പരമായി നോക്കുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ലാഭം ഉണ്ടാകും. പക്ഷേ ഇതേപോലെ നോക്കുന്ന സമയത്ത് ആ കുട്ടീൻ്റെ പേഴ്സണലി നോക്കുന്ന സമയത്ത് ആ കുട്ടിക്കും എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യന്മാരെ ഇമോഷൻസ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും അത് ഭയങ്കര, അതായത് മനുഷ്യന്മാർക്ക് എന്താണ് ആവശ്യമുള്ളത് അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരം സൊല്യൂഷൻ നമ്മൾ കറക്റ്റായിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അത് അവരിലേക്ക് എത്തിക്കേണ്ട വഴിയുണ്ട്. അവർക്കത് വേണമെന്ന് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. എന്നാലും മാത്രമേ ആ ബിസിനസ് സക്സസ് ആകത്തുള്ളൂ.